പാർലമെന്റ് വർഷകാല സമ്മേളനം ഇന്ന് തുടങ്ങിയാണ്. തീർച്ചയായിട്ടും ആ ഒരു സമ്മേളനത്തിൽ ഉന്നയിക്കാൻ പോകുന്ന പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്നായിരിക്കും ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടത്. അങ്ങനെയെങ്കിൽ കോൺഗ്രസിന്റെ ഈ ഒരു വെല്ലുവിളിയെ നേരിടാൻ തരൂരിനെയായിരിക്കും സർക്കാർ ഉപയോഗിക്കുക. അങ്ങനെയെങ്കിൽ തരൂർ ആരുടെ പക്ഷത്ത് നിൽക്കും? രാജ്യത്തിനൊപ്പമോ അതോ രാഹുലിനോട്? ഈ വർഷകാല സമ്മേളനം 21 ദിവസമാണ്. വളരെ പ്രാധാന്യമുള്ള സംഭവം എന്ന് പറയുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യത്തെക്കുറിച്ച് ചർച്ചയുണ്ടാകും. പക്ഷേ തരൂർ മതി കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നിരയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ മുഴുവൻ വായടപ്പിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം അത് കോൺഗ്രസിനെ പോലും വെട്ടിലാക്കുകയും ചെയ്യും. കാരണം കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷം ആ വിഷയം കൂടുതലായിട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ ദോഷമുണ്ടാകാൻ പോകുന്നത്. കാരണം പഹൽഗാം ആക്രമണത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി കൊടുത്തു. അതിന് എതിരായിട്ട് സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിനെതിരായി മാറത്തില്ല. തീർച്ചയായിട്ടും അവർക്ക് നല്ല ഭയമുണ്ട് പ്രതിപക്ഷത്തിന്. കാരണം ഇപ്പോൾ പാർലമെന്ററി പാർട്ടി സമ്മേളനത്തിൽ നിന്ന് തരൂരിനെ ഒഴിവാക്കണം, മോദിക്ക് വേണ്ടി തരൂർ ഒറ്റുകൊടുക്കും എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കൊരു ഭയമുണ്ട്. എത്തരത്തിലായിരിക്കും തരൂർ അതിനെ വീക്ഷിക്കുക, അല്ലെങ്കിൽ എത്തരത്തിലുള്ള വാക്കുകളായിരിക്കും ഉപയോഗിക്കുക, എങ്ങനെയായിരിക്കും പ്രതിപക്ഷത്തെ നേരിടുന്നത് എന്നൊക്കെയുള്ള തരത്തിൽ ഭയമുണ്ട്. പക്ഷേ തരൂർ കൃത്യമായ കാര്യങ്ങൾ പറയുവാണെങ്കിൽ അത് രാഹുൽ ഗാന്ധി എന്നുള്ള പ്രതിപക്ഷ നേതാവിന് മാത്രമല്ല കോൺഗ്രസിന് വലിയൊരു അടിയായിരിക്കും. അല്ലെ, പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് സമ്മേളനത്തിന് മുന്നോടിയായി നടന്ന ഈ സർവകക്ഷി യോഗത്തിന് ശേഷം പറയുകയുണ്ടായി. അതെല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാമെന്നുള്ളത്. അവരിപ്പോൾ പ്രധാനമായിട്ട് നിരവധി ബില്ലുകളുണ്ട് പാസ്സാക്കാനായിട്ട്. അതിനോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറും ട്രംപും ചർച്ചയാക്കാനാണ് പ്രതിപക്ഷം തയ്യാറെടുത്ത് നിൽക്കുന്നത്. പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ സകല ആയുധങ്ങളും വളരെ നിഷ്പ്രഭമായി പോവുകയായിരിക്കും. രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എത്ര വിമാനങ്ങൾ നഷ്ടപ്പെട്ടു. ഇത് രാജ്യം തീരുമാനമെടുക്കുന്നതിന് മുമ്പ്, അതായത് ഇന്ത്യ പാക് സംഘർഷം വെടിനിർത്തൽ കരാർ രാജ്യം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ട്രംപ് പ്രഖ്യാപിച്ചത് എങ്ങനെ? ട്രംപിന്റെ മുന്നിൽ മോദി മുട്ടുമടക്കിയതാണ്. ഇത്തരത്തിലുള്ള നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ആയിട്ട് രാഹുൽ ഗാന്ധി, അതായത് കോൺഗ്രസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നേ. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയങ്ങളൊക്കെ പാർലമെന്റിൽ ഉന്നയിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ട്രംപ് ഈ ഇടയ്ക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്, വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ വിമാനങ്ങളാണോ നഷ്ടപ്പെട്ടത്? അങ്ങനെയെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള തെളിവുകൾ പ്രതിപക്ഷത്തിന് വല്ലതുമുണ്ടോ? അങ്ങനെയെങ്കിൽ ഇതൊക്കെ ഉന്നയിച്ച് തീർച്ചയായിട്ടും വലിയൊരു കോലാഹലത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതിനെയൊക്കെ തരൂർ എങ്ങനെ നേരിടും എന്നുള്ളതും ഒരുപക്ഷെ നമ്മൾ കാണാൻ ഇരിക്കുകയാണ് അല്ലേ? എനിക്ക് തോന്നുന്നു രാഹുൽ ഗാന്ധി പാർലമെന്റിൽ അപഹാസ്യനാകാൻ പോകുന്ന കാഴ്ചയായിരിക്കും നമ്മളിനി അങ്ങോട്ട് ഈ വർഷകാല സമ്മേളനത്തിൽ കാണാൻ പോകുന്നത്. ഈ പാണ്ഡവരുടെ പാണ്ഡവർ പുതുതായി തീർത്ത ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് ദുര്യോധനും സംഘവും അങ്ങോട്ടേക്ക് പോകുന്ന ഒരു രംഗം മഹാഭാരതത്തിലുണ്ട്. ആ ഭാഗം എടുത്തുകൊണ്ട് കുഞ്ചൻ നമ്പ്യാർ കാവ്യരൂപത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പാണ്ഡവരുടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് കൗരവരുടെ സഭാപ്രവേശം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ദുര്യോധന് പറ്റുന്ന അമളി ഒരു പട്ടിക തന്നെ ഉണ്ട്. അതുപോലെ അത്തരത്തിലുള്ള അമളിയിലേക്കായിരിക്കും രാഹുൽ ഗാന്ധി ഈ വർഷകാല സമ്മേളനത്തിൽ ഈ പാർലമെന്റിൽ പോകാൻ പോകുന്നത്. പക്ഷെ നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയാണ്. പഹൽഗാമിൽ എത്തരത്തിൽ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി, അവിടെ ഒരു സുരക്ഷാ ഭീഷണി ഉയർന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു പ്രതിപക്ഷം ചോദിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രതിപക്ഷം ഉന്നയിക്കേണ്ടുന്ന ചോദ്യങ്ങളാണ്. ഒരുപക്ഷെ നമ്മൾ മറുഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മളിപ്പം സർക്കാരിനോടൊപ്പം അല്ലാണ്ട്, അല്ലെങ്കിൽ പറഞ്ഞോണം രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നതൊക്കെ കൃത്യമായ ചോദ്യങ്ങൾ തന്നെയല്ലേ. ഇപ്പോൾ രാജ്യം പറയുന്നതിന് മുമ്പ്, സൈനിക മേധാവി പറയുന്നതിന് മുമ്പ് ട്രംപ് അവിടെ പറഞ്ഞിരിക്കുകയാണ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല നമ്മൾ ചിന്തിക്കാത്തതായിട്ടുള്ള പല കാര്യങ്ങളും പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം നൽകേണ്ടുന്നത് ഭരണപക്ഷത്തിരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തം തന്നെയാണ് നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ. അപ്പോൾ അവിടെ നാണക്കേടിന്റെ കാര്യം എന്താണ്? അല്ല, പാർലമെന്റിൽ ചോദിക്കണം, പ്രതിപക്ഷം ചോദിക്കണം.
എന്നാലല്ലേ പിന്നെ അതിനകത്തൊരു ഭരണത്തിന് തന്നെ ഒന്നുകൂടെ ഒരു ഉറപ്പുണ്ടാവുകയുള്ളൂ. ഇവിടെ പലപ്പോഴും പ്രതിപക്ഷം നിഷ്ക്രിയമായി പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പ്രധാനപ്പെട്ട ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ പോലും രാഹുൽ ഗാന്ധി സഭയിലില്ലാത്ത സമയം നിരവധി തവണ ഉണ്ടായിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി പോലും സഭയിൽ ഉണ്ടാകാതിരുന്നിട്ടുണ്ട്. വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയതല്ലേ. അപ്പോൾ ഒരു നല്ല പ്രതിപക്ഷമാകാൻ പലപ്പോഴും ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. വലിയൊരു പ്രതിപക്ഷ മുന്നണി തന്നെ ഉണ്ടല്ലോ, ഇന്ത്യ സഖ്യമെന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ മാത്രം തട്ടിക്കൂട്ടി വരുന്നു. അതിനുശേഷം അത് പിരിച്ചു വിട്ടിരിക്കുന്ന ഒരു കമ്പനി മാത്രമാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പറ്റുന്നവരെ എല്ലാം കൂടെ കൂട്ടിക്കെട്ടി കൊണ്ടുപോവുകയാണ്. പക്ഷെ അവർക്ക് പാർലമെൻറ്റിൽ ഒരു അതിശക്തമായിട്ടുള്ള ഒരു പിന്നെ പ്രതിപക്ഷമായി മാറാൻ കഴിയുന്നില്ല. ഇവിടെ നോക്കിയോണം, ഓപ്പറേഷൻ സിന്ദൂറും കാര്യങ്ങളും ട്രംപും ഒക്കെ ചർച്ചാ വിഷയമാകുമ്പോൾ ഭരണപക്ഷം ചെയ്യാൻ പോകുന്നത് ഈ തരൂരിനെ അങ്ങോട്ട് ഇറക്കി വിടും. തരൂരിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാരും മിണ്ടാതിരിക്കേണ്ടുന്ന ഒരു അവസ്ഥ വരും. കാരണം ബ്രിട്ടാസ് ഈ പോയ സംഘത്തിലുള്ളതാണ്. ഇ ടി മുഹമ്മദ് ബഷീർ, അതുപോലെ ഹൈദരാബാദിലുള്ള ഒവൈസിയുടെ ഒരു MP. അങ്ങനെ അവർക്കൊന്നും തന്നെ ഇക്കാര്യത്തിൽ ഒന്നും എതിർത്ത് പറയാനായി പ്രതിപക്ഷത്തിൻ്റെ കൂടെ നിന്ന് സംസാരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ തരൂർ വീണ്ടും പാർലമെൻറ്റിൽ വെച്ച് കോൺഗ്രസിനെ ഒന്നുകൂടെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യും. അത് കോൺഗ്രസ്സുകാർ ചോദിച്ച് എരന്നു വാങ്ങുന്ന ഒന്നായി മാറുകയും ചെയ്യും എന്നുള്ളതാണ്. തരൂർ കൃത്യമായി ഇതുവരെ പറഞ്ഞിട്ടുള്ള, കഴിഞ്ഞ ദിവസവും തരൂർ പറയുകയുണ്ടായി, ഇത് രാജ്യത്തിന് വേണ്ടി നടന്ന കാര്യങ്ങളെക്കുറിച്ച്. രാജ്യം ഉണ്ടെങ്കിലല്ലേ ഈ രാഷ്ട്രീയം ഉള്ളൂ. ആദ്യം നമ്മൾ രാജ്യസ്നേഹിയായി മാറൂ എന്നാണ്. അങ്ങനെ പറഞ്ഞത് ആരെ ഉദ്ദേശിച്ച് തന്നെയാണ്? രാഹുൽ ഗാന്ധിക്ക് കൊടുത്തതാണ്. രാഹുൽ ഗാന്ധി എത്രയായാലും തരൂർ അത് പറഞ്ഞ കൃത്യമായിട്ടുള്ള കാര്യം. രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്കാണ് ആദ്യം വന്നത്. രാജ്യത്തിന് വേണ്ടിയിട്ടാണ്, രാജ്യസേവകനായിട്ട് അദ്ദേഹത്തിന് പല രീതിയിൽ പല ഔദ്യോഗിക തലങ്ങളിൽ അദ്ദേഹത്തിന് വിരാജിക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിലേക്കാണ് കടന്നു വന്നത്. അപ്പോൾ അദ്ദേഹത്തിനും അധികാരമോഹങ്ങളും ഒക്കെ ഉള്ളതായിട്ട് നമ്മൾ ഈ വരുന്ന അദ്ദേഹത്തിൻ്റെ ട്വീറ്റുകളിലൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. കോൺഗ്രസിൻ്റെ എല്ലാ ലാഭങ്ങളും കൊയ്തെടുത്തുകൊണ്ട് അതിൽ തന്നെ ഇപ്പോൾ അവരെ തന്നെ നടുവൊടിക്കുന്ന, നട്ടല് വെട്ടുന്ന തരത്തിലുള്ള പല വിമർശനങ്ങളും ഉന്നയിക്കുന്ന ശശി തരൂരിനെ എല്ലാ കാലത്തും നമുക്കങ്ങനെ പിന്തുണയ്ക്കാൻ പറ്റില്ല. പക്ഷേ ഇനി ഇത്തരത്തിലുള്ള ഒരു പാർലമെൻറ്റ് സമ്മേളനത്തിന് ശേഷം തരൂർ എന്തായാലും രാജ്യത്തിനോടൊപ്പം തന്നെ നിൽക്കും. രാജ്യത്തിനോടൊപ്പം നിൽക്കുമ്പോൾ അത് മോദിയോടൊപ്പം നിൽക്കേണ്ടതായിട്ട് വരും. അങ്ങനെ പല കാര്യങ്ങളിലും ചർച്ചകൾ, ഓപ്പറേഷൻ സിന്ദൂർ അടക്കം ചർച്ച ചെയ്യുമ്പോൾ ഇനി ശശി തരൂരിന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും? അല്ല, രാജ്യത്തിന്റെ പിന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ തരൂരിനെ അതിജീവിക്കാനായിട്ട് അതൊക്കെ അതിജീവിക്കത്തില്ല, കോൺഗ്രസ്സുകാരായിട്ടില്ല. പക്ഷെ തരൂരിന്റെ രാഷ്ട്രീയ ഭാവി എന്താ? തരൂരിന്റെ രാഷ്ട്രീയ ഭാവി എന്താ? തരൂര് തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും അതിങ്ങനെ നിശബ്ദം ഇങ്ങനെ പോരടിച്ചുകൊണ്ടിരിക്കും കോൺഗ്രസ്സുമായിട്ട്. കോൺഗ്രസ്സിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേണ്ട തരത്തിലുള്ള ഡോസ് കൊടുത്തുകൊണ്ട് പോവുക. ഒന്നുകിൽ കോൺഗ്രസ് പാർട്ടി പുറത്താക്കണം തരൂരിനെ, അത് ചെയ്യത്തില്ല. തരൂരൊട്ട് പോവുകയുമില്ല. ഇപ്പോൾ കോൺഗ്രസ് ആണ് വെട്ടിലാകാൻ പോകുന്നത്. തരൂരിനെ സംബന്ധിച്ചിടത്തോളം തരൂരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇവിടെ രാഷ്ട്രീയ പ്രൊഫൈൽ ഉയർത്താനാണെന്നുണ്ടെങ്കിലും അതും അദ്ദേഹം സേഫായിട്ട് തന്നെ നിർത്തിയിരിക്കുകയാണ്. മറ്റ് നയതന്ത്ര സ്ഥാനങ്ങളിലേക്കാണെങ്കിൽ അതും അദ്ദേഹം സേഫാക്കി നിർത്തിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.